ഇങ്ങനെ പോകണ്ട കുഴപ്പമില്ല. അള്ളാന്റെ ഒരു ഒറ്റ സൂര്യ അള്ളാഹ് പഠിച്ച ഭൂമി കേട്ടോ. ഇപ്പൊ നിങ്ങളടുത്ത വളർത്ത പിന്നെ നമ്മളോട് കാണണ്ട. ഇല്ല. അപ്പൊ നമ്മൾ അള്ളാനെയാണ് ഇപ്പൊ ആരാധിക്കേണ്ടത്. ആൾക്കാർ അമ്പലത്തിക്കൊക്കെ പോകും. അപ്പൊ പഠിച്ചപ്പോ ദുബൈ കാണിച്ചപ്പോ പെരമപ്പിരാന്തായി. ഫുള്ള് പെരമപ്പിരാന്ത്. വേറെ ഒരു ഭ്രാന്തും ഇല്ലല്ലോ. ആൾക്കാർ പൈസ ഉള്ള കാര്യങ്ങൾ വരിക പൊളിക്കുക. നമ്മള് 10 ഉറുപ്പ്യ വെച്ചാൽ കണ്ടാരെ കണ്ടില്ല. ഒരു 10 ഉറുപ്പ്യ വെച്ചാൽ നമ്മളെ കണ്ടാരെ കണ്ടു. അവർക്ക് ഫുള്ള് പേര് 1000 ഉറുപ്പ്യക്ക് ഭ്രാന്തെടുക്കലാണ്. ഒക്കെ കൂടി നാട്ടിലുണ്ടാവും പേര്. പുറത്ത് ദുബൈ കാണിച്ചപ്പോ അള്ളാനൊക്കെയാണ് മാറും നിൽക്കുന്ന ആൾക്കാർ. ചക്കൊക്കെ വെട്ടിയാൽ തെങ്ങിന്റെ ഇടുക, തോട്ടുകൂടി കീപ്പട്ടാക്കുക. തോട്ടുകൂടി കീപ്പട്ടാക്കാൻ പരിപാടി എന്താണ്? തോട്ടുകൂടെ കീപ്പട്ടാക്കുക, തെങ്ങിന്റെ തോട്ട് വെട്ടിയിടുക. പണ്ട് ആർക്കും വേണ്ട പണ്ട് കാലത്ത് ചക്ക ബിരിയാണിയായിരുന്നു. ശരി. പണ്ട് കാലത്ത് ചക്ക ബിരിയാണി. പണ്ട് കാലത്ത് ചക്ക ബിരിയാണിയായിരുന്നു. ഇപ്പൊ തോട്ടുകൂടി ഇപ്പൊ കാട, ആട്, സ്പ്രിങ്, കോഴി പറ്റൂല. സ്പ്രിങ് എന്താ കോഴിയാണ്. എന്തെല്ലാം ആണല്ലേ. പഠിച്ചാനൊക്കെ ആയതാന്ന് എല്ലാം കൂടി വീഴ്ചാണ്ട് പോണേക്ക് പോകും. അല്ല പഠിച്ചായത് എന്നായി കണക്ക്. അള്ളാനൊക്കെ സമ്മതിക്കണം. ഇത്ര എണ്ണത്തിന് അള്ളാഹ് തിന്നാൻ കൊടുക്കണില്ലേ? അപ്പൊ നമ്മൾ അള്ളാന്റെ ആരാധിക്കണ്ടേ? പുജാരിക്കുട്ടി ജയിലിൽ ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഏത് പള്ളിക്കരയിലും അള്ളാനെയാണ് വിളിക്കുന്നത്. നമ്മള് അള്ളാഹ് പഠിച്ച ഭൂമി അള്ളാഹ് അള്ളാനല്ലേ വിളിക്കുന്നത്. അല്ലെ കുഞ്ഞാലിക്കുട്ടിയെ മഞ്ചാണ്ടിയെന്ന് എവിടെയും വിളിക്കണ്ട. ഇല്ല. പിന്നെ അള്ളാന്റെ മുതലേറ്റ് കളിക്കല്ലേ ഇവലൊക്കെ. ബലിതല്ലല്ലോ ഇപ്പൊ അത്. അള്ളാന്റെ പേരും പറഞ്ഞാണ്ട് ബലി അള്ളാന്റെ മുതൽ വെച്ച് കളിക്കാണ്. ബലിക്ക് ഇവിടെ ആർക്കും മുതലില്ല. ഇപ്പൊ എല്ലാരും വിൽക്കുന്നത് പഠിച്ചത്. ബലി എല്ലാരും പറയാം ഒക്കൂല. ഇപ്പൊ നാളെ ഹുസൈൻ പറയും മീൻ വിറ്റിട്ട് 10 ഉറുപ്പ്യ വിറ്റ ഒക്കൂല. അള്ളാഹ് ഒരു ബഹറുണ്ടാക്കി കുറെ മീൻ അതിൽ ഉണ്ടാക്കി അത് പറയട്ടെ. എന്നിട്ട് ആ മീനിനെ കൊടുത്തിട്ട് ഓല് വിൽക്കുന്നിട്ട് ഓൽക്ക് ഒക്കൂല. ഓല ഉണ്ടാക്കിയ മാതിരിയാണ്. അപ്പലിട്ടാരും ഉണ്ടാക്കിയിട്ടിപ്പോ തേങ്ങാക്കെന്നാണ് പറയാ. 10 ഉറുപ്പ്യക്ക് വിറ്റ ഒക്കൂല. പഠിച്ചൊരു ബഹറുണ്ടാക്കി മീൻ ഇങ്ങനെ കൊടുന്നുണ്ടാക്കുക. അപ്പൊ